മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ സ്ട്രീറ്റ് ലൈനിൽ നമ്മുടെ അതിഥി ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദീർഘകാലം സംസ്ഥാന മന്ത്രിയായിരുന്നു. കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനാണ്. 55 വർഷം ആയി അദ്ദേഹം MLA ആയിട്ട്. ഇത്രയും ദീർഘനാൾ MLAയും മന്ത്രിയും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ആർ ബാലകൃഷ്ണപിള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച്, രാഷ്ട്രീയ സംഭവവാസങ്ങളെക്കുറിച്ച് ഹൃദയം തുറന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാറിന് പ്രത്യേകം സ്വാഗതം. ഈ ദിവസങ്ങളിലെ പത്രത്തിൽ അങ്ങയ്ക്കെതിരെ വളരെ ശക്തമായി നിലപാടെടുത്തിരുന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഒരു കൈ കൊടുക്കുന്ന ചിത്രം കണ്ടു. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ സാധാരണ പറയാറുണ്ട് നിത്യമായിട്ടുള്ള ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലയെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണോ എല്ലാം VSനോട് എല്ലാ കാര്യം പുറത്തോ? അല്ല, ഞാൻ VS എന്നെപ്പറ്റി പറഞ്ഞത് വളരെ സാങ്കേതികമാണ്. ഞാൻ കട്ടെന്നോ കൈക്കൂലി മേടിച്ചെന്നോ സ്വത്ത് സമ്പാദിച്ചെന്നോ ഒരു കേസ് എനിക്കെതിരായിട്ടില്ല. അതുകൊണ്ടാണല്ലോ അഴിമതി നിരോധന നിയമം അനുസരിച്ച് എന്നെ ശിക്ഷിച്ചില്ലല്ലോ. ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 120B അനുസരിച്ചാണ് ശിക്ഷിച്ചത്. ഗൂഢാലോചന. അത് ആരുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്ന ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മാണി ഗ്രൂപ്പിൻ്റെ പൈസ. എന്നിട്ട് ആ വിധിയിലെന്താ എഴുതി വെച്ചേക്കുന്നത്? സുപ്രീം കോടതി വിധിയില്ലോ, ആർക്കെങ്കിലും ചോദിക്കാൻ ചോദിച്ചു. എൻ്റെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ് ഞാൻ. എൻ്റെ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റായ സജീവ് ഞാനും കൂടെ ഗൂഢാലോചന നടത്തിയെന്ന. സജീവ് ഒരിക്കലും എൻ്റെ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. കോടതിക്ക് പോലും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി. കാരണം അതൊന്നും ഒരു ആർഗ്യുമെൻറ്റിന് വന്നില്ലല്ലോ. ഇത് നേരത്തെ ഒരു ഉണ്ടായിരുന്നല്ലോ. നേരത്തെ തീരുമാനിച്ച നമ്മുടെ ഇവിടുത്തെ ഗവർണറാണല്ലോ എന്നെ ശിക്ഷിച്ചത്. പുള്ളി ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുള്ളി യൂണിവേഴ്സിറ്റിയിലെല്ലാം സ്വയം ഭരണം ഏറ്റെടുത്തതുപോലെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഒരു ഗവർണർക്ക് അങ്ങനെ, ഇപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞാൽ ചാൻസലറാണ്. ചാൻസലർക്ക് വൈസ് ചാൻസലറെ വെക്കാനുള്ള അധികാരമില്ലേ? അധികാരം പലതിനും ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ജില്ലാ ജഡ്ജി വീട്ടിൽ ഇരുന്ന് തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ ഒരു ജഡ്ജ്മെൻ്റ് ആണെന്ന് പറഞ്ഞൊരു അധികാരമുണ്ട്. പക്ഷേ അതിനൊക്കെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അതിനെ ഇവിടെ ഒരു ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ചാൻസലറായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റി ആക്ട് അനുസരിച്ച് വയ്ക്കുമ്പം തന്നെ വേറെ ഒരെണ്ണമുണ്ട്, ഭരണഘടന. ആ ഭരണഘടനയിൽ ഗവർണർ ചെയ്യുന്ന ഈ മാതിരി കാര്യങ്ങളൊക്കെ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവൺമെൻറ് ഓർ റെക്കമെൻഡഡ് ബൈ ദ ഗവൺമെൻറ് എന്നാണ്. അല്ല, നേരിട്ടൊന്നും ചെയ്യാൻ നോക്കത്തില്ല. അങ്ങനെയാണ് നമ്മുടെ കൺവെൻഷൻസ്. അപ്പോൾ ആ കൺവെൻഷൻ ലംഘിക്കുന്നു എന്നുള്ളത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ എന്ന് പറയുന്ന ഒരു അപ്പോയിൻ്റ് ചെയ്തൊരു അധികാരിയാണ്. ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ടിറ്റുലർ ഹെഡാണ്. ആ ഗവർണർ അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ പതിവില്ല, ഒരു യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ VSനെ ഇന്നലെ കണ്ട് കൈ കൊടുത്തു. അതിന് മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. പലയിടത്തും ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ മുഖാമുഖം കാണുന്ന ഒന്നാണ്. സംസാരിച്ചോ? ഇല്ല, അന്നേരം ഒന്നും സംസാരിച്ചില്ല. കണ്ടോ, പത്രങ്ങളിലും TV ഒക്കെ ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിമർശനങ്ങളിലേക്കും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു അഴിമതി കാണിച്ചെന്നോ കൈക്കൂലി മേടിച്ചെന്നോ സ്വത്ത് സമ്പാദിച്ചെന്നോ ഗവൺമെൻറ് സ്വത്ത് നഷ്ടപ്പെടുത്തിയെന്നോ ഒരു കേസുമില്ല. താങ്കൾ കെ കരുണാകരൻ്റെ കൂടെ UDF ഉണ്ടാക്കാൻ മുൻനിരയിൽ നിന്ന ആളാണ്. ഞാനും കെ കരുണാകരനും കൂടാണ് അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയപ്പോൾ അന്ന് രണ്ടുപേരെ ഐക്യമുന്നണി. പിന്നെ അപ്പോൾ ഈ UDFൽ നിന്ന് ഇത്ര വേഗത്തിൽ ഇറങ്ങിപ്പോകാൻ മാത്രം വേഗം 32 കൊല്ലം എന്നെ ഉമ്മൻചാണ്ടി ചവിട്ടി മെതിച്ച് എന്നെ അപമാനിച്ച് വാക്കുമാറി ഒരു ഇത് ഉണ്ടാക്കിയാളെന്നുള്ളത് ഇരിക്കട്ടെ. ഇന്നലെയും മെനഞ്ഞാന്നും വന്ന ആളുകളോട് കാണിക്കുന്ന, ഞാൻ വന്നതിന് ശേഷമാണല്ലോ ജേക്കബ് ഗ്രൂപ്പ് വന്നതിനകത്ത് ഞാനും കൂടാണല്ലോ അവരെ കൊണ്ടുവന്നത്. ജേക്കബിൻ്റെ പാർട്ടി ഈ രാജ്യത്ത് കാണിക്കുന്ന അഴിമതിയും കൊള്ളരുതായ്മയും, ആ മന്ത്രി കാണിക്കുന്ന അഴിമതിയും കൊള്ളരുതായ്മയും പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി ഒരു മാന്യമായൊരു സമീപനം ഞങ്ങളുടെ പാർട്ടിയോട് കാണിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ സർക്കാരിനെതിരെ കടുത്ത വിമർശനം പിള്ള സാറും ഗണേശ് ഉയർത്തിയത് കൊണ്ടാവും ഒരുപക്ഷെ. അല്ലല്ല, അതിന് മുമ്പേ തുടങ്ങി. നിയമസഭയിലും അതിന് മുമ്പേ ഗണേശ് വളരെ ശക്തമായിട്ട് ഗണേശ് പറഞ്ഞു കൊടുത്തിട്ട് അതിന് മുമ്പേ ഉണ്ടല്ലോ. എന്താണ് ജേക്കബിനെയും മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയോ പറഞ്ഞത്? ഞാൻ കൊടിക്കുന്നിൽ സുരേഷിനെതിരായി ഞാൻ പ്രവർത്തിച്ചില്ല. അന്ന് കേരളം മുഴുക്ക തോറ്റു. ആൻ്റണി
മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാ സീറ്റും തോറ്റില്ല. എല്ലാ സീറ്റും തോറ്റു. മുസ്ലിം ലീഗ് ഒഴിച്ച് എന്നെ മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 2000 വോട്ടേ കുറവുള്ളൂ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നിയോജകമണ്ഡലത്തിൽ 8000 വോട്ട് കുറവുണ്ട്. അടൂർ പ്രകാശിൻ്റെ നിയോജകമണ്ഡലത്തിൽ വോട്ട് കുറവുണ്ട്. പല മന്ത്രിമാരുടെയും നിയോജകമണ്ഡലത്തിൽ വോട്ട് വളരെ കുറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തണ്ടേ? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വരുമ്പോൾ അടൂർ പ്രകാശിനെ വെച്ചിട്ടതിനകത്ത് വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ വളരെ മോശമായിട്ട് ഉമ്മൻചാണ്ടി വിചാരിച്ചാണ് ഇയാൾക്ക് ഗതിയൊന്നുമില്ല, ഇവിടെ നിന്നോളും, ഇതുണ്ടാക്കിയ ആളല്ലേ എന്ന് വിചാരിച്ചാണ്. പിന്നെ എന്നതാണോ ഇപ്പോൾ സരിതാ സംഭവത്തിൽ ഇതിൻ്റെ രഹസ്യങ്ങളും ഇതിൻ്റെ എല്ലാ രേഖകളും കൈവശമുള്ളത് പിള്ളസാറിൻ്റെ കയ്യിലും ഗണേശന്റെ കയ്യിലുമാണെന്നാണ്. ഗണേശൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ഗവൺമെന്റ് അന്ന് അവസാനിക്കുമായിരുന്നു. അല്ല, അത് ഓരോന്നോരോന്നായി പുറത്തു വന്നപ്പോൾ ഞാനല്ല, അത് പിള്ളസാറാണ് അതിന്റെ പിറകിൽ എന്നുള്ളൊരു വ്യാഖ്യാനം ഇതുവരെ വന്നിട്ടില്ല, ചെയ്തിട്ടില്ല. അത് കൊടുത്ത ആരാണെന്ന് എല്ലാ പത്രങ്ങളിലും ഞാൻ കൊടുത്തിട്ടില്ല. കൊടുക്കണേ അന്നായിരുന്നു കൊടുക്കേണ്ടത്, ഇനിയും കൊടുക്കില്ല, ഞാൻ കൊടുക്കില്ല. കാരണം അത് കൊടുക്കാനുള്ള മാന്യതയല്ല എനിക്കുള്ളത്. കുറച്ചുകൂടെ മാന്യനാണ് ഞാൻ, ഒരു കുടുംബക്കാരനാണ്. അതായത് അശ്ലീലമായ കാര്യങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് താത്വികമായി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിശ്വാസം അന്നും ഇന്നും അതേപോലെ ഞാൻ പാലിക്കുന്നുണ്ട്, ഇനിയും പാലിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന ആ കടലാസുകൾ പൊട്ടിച്ചാൽ ഒരുപാട് പേര് തലകുത്തി വീഴും. കടലാസ് കയ്യിലിരിപ്പുണ്ട്. അല്ല, എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ അതുണ്ടാകും. സരിത ഇഷ്യൂ വീണ്ടും പുറത്തു വന്നപ്പോൾ PC ജോർജ് അടക്കം പറഞ്ഞത് ഞാനല്ല, UDF-ൽ ഒക്കെ ബന്ധമുള്ള ഒരു ആളുടെ കയ്യിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോൾ പിള്ളസാറാണ് എന്നുള്ള ഒരു ധ്വനിയിലാണ് ഉണ്ടായിരുന്നു. ഇത് പോയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്നീ പൊക്കി കാണിച്ചപ്പോൾ അതിലെടുത്തതിൽ കുറേ ഭാഗങ്ങളുണ്ട്. അത് മണ്ടത്തരം കാണിച്ചതാണ്. അതിനകത്ത് ഇനിയുള്ളതുമുണ്ട്, അതും പലരുടെയിലും ഉണ്ട്. അല്ല, മണ്ടത്തരം കാണിച്ചതാണോ അതോ അത് എന്നാൽ ഇതങ്ങ് ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തോട്ടെ എന്ന് വിചാരിച്ച് ബോധപൂർവ്വം ഒരു തരം ബ്ലാക്ക്മെയിലിംഗ്? അങ്ങനെയും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ, കാരണം കൃത്യമായിട്ട് പേരുകളെല്ലാം ഉള്ളതാണ് ഉയർത്തി കാണിച്ചത്. അത് തീർച്ചയായിട്ടും ക്യാമറയിൽ പതിയില്ല. ക്യാമറയിൽ പതിഞ്ഞത് എല്ലാവരും ചെയ്തെടുത്താൽ പോരെ, അത് എല്ലാവരും ചെയ്തെടുത്താൽ പോരെ. അതാ ചോദിച്ചത്. അപ്പൊ അങ്ങനെ എടുത്താ അല്ല, പേരുകൾ, പല പേരുകളും മന്ത്രിമാരുടെ പേരുകളും ഒക്കെ ചില പിന്നെ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെ വന്നല്ലോ, അല്ലാത്ത പ്രിന്റഡ് മീഡിയയിലും വന്നല്ലോ. അതൊക്കെ അങ്ങനെ വന്നായിരിക്കും. അതിൽ എല്ലാ പേരുകളും വന്നിട്ടുണ്ടോ? അതെനിക്കറിയില്ല. ചില പേരുകൾ ഒഴിവാക്കിയത് അതെനിക്കറിയില്ല. അറിയില്ല എല്ലാ പേരുകളും അല്ല, എല്ലാ പേരുകളും പുറത്ത് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയും പേരുകളുണ്ടോ? മിക്കവാറും പലതിലായിട്ട് പല പേരുകളും പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഇല്ല, ഇനിയുണ്ട്. ഞാൻ വായിച്ചുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ പണ്ട് ഈ താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു 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 രാഷ്ട്രീയ നേതൃത്വത്തെ, ഒരു ഭരണകൂടത്തെ, പ്രതിപക്ഷത്തെ ഒക്കെ വിറപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു തരത്തിൽ കേരള രാഷ്ട്രീയത്തിന് സംഭവിച്ച ഒരു വലിയ ദുരന്തമല്ലേ? അതിന് പങ്കെടുക്കാൻ ഞങ്ങളുടെയൊക്കെ കാലത്തൊരു മാന്യത ഉണ്ടായിരുന്നു. മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ മാന്യത, അതായത് ഒരാൾ കാശ് തരാമെന്ന് എൻ്റെ മുഖത്ത് നോക്കി ജീവിത 10 കൊല്ലം മന്ത്രിയായിരുന്നു എന്നോട് പറഞ്ഞിട്ടില്ല. അവസാനം വന്നപ്പോൾ ഈ പൈസ പലരും മേടിക്കുന്നത് പാർട്ടിക്ക് വല്ലതും തരാമെന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ടായിരുന്നു ഉള്ളിൽ. അവരുടെ കുറ്റമല്ല, പറയുന്നവരുടെ കുറ്റമല്ല. അങ്ങനെ ആയിപ്പോയി നമ്മുടെ രാജ്യം. ഞാൻ 1960 MLA ആകുമ്പോഴും 75 മന്ത്രിയാകുമ്പോഴും ഒക്കെ നമ്മളോട് മുഖത്ത് നോക്കി സാമ്പത്തിക കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ആരും പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെ പറയുക മാത്രമല്ല, ആളുകളുടെ ഇടയിൽ ഒരു ഫീലിംഗ് ഉണ്ട്, കാശുണ്ടെങ്കിൽ എന്തും ആരെ കൊണ്ട് സാധിക്കാമെന്നൊരു ഫീലിംഗ് ഉണ്ട്. അവിടെയാണ് ഒരു പരിധിവരെ യാഥാർത്ഥ്യമല്ലേ? യാഥാർത്ഥ്യമാ, പരിധിവരെ അല്ലേ. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും കാശുണ്ടെങ്കിൽ കാര്യങ്ങൾ നടത്താമെന്നുള്ള ചിന്ത. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ മുന്നണിയുടെ കാലത്തൊരു വ്യക്തി, ഒരു മന്ത്രിക്ക് ഇതുപോലെ കാശ് മേടിക്കാൻ നോക്കിയില്ല. പാർട്ടിക്കേ പറ്റുള്ളൂ. പാർട്ടിക്ക് ചിലപ്പോൾ ആവശ്യത്തിന് പൈസ മേടിക്കേണ്ടി വന്നേക്കും. അത് അഴിമതി കൂടാണോ അല്ലാതാണോ ഒന്നും എനിക്കറിയില്ല. എനിക്കതുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ ഒക്കത്തില്ല, അതിനെപ്പറ്റി എനിക്ക് പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഒരു ചെറിയ, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ അവർക്ക് പണം പിരിക്കാനുള്ള, അവരുടെ മെമ്പർമാരിൽ നിന്നും മറ്റു തരത്തിലും പണം പിരിക്കാനുള്ള സംവിധാനമുണ്ട്. അത് പിരിച്ചാൽ ആ പണം പാർട്ടിയിലെത്തും. ഇതങ്ങനല്ല, എല്ലാവരും രസീതും പിന്നെ അടിച്ച് നാടുകളാണ് നമ്മുടെ. ഇപ്പോൾ സുധീരൻ പറഞ്ഞു, ഒരു കാരണവശാലും ചാരായ കച്ചവടക്കാരുടെ നിന്ന് കാശ് മേടിക്കരുത്. ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ സുധീരൻ വന്നപ്പോൾ കൊണ്ടുകൊടുത്ത കാശൊക്കെ ഷാപ്പുകാർ കൊടുത്തതാണ്. പിള്ളസാറ് രാഷ്ട്രീയത്തിൽ വലിയൊരു ചാണക്യനായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ മന്ത്രിസഭ വന്ന കാലത്ത് ഗണേശ് മന്ത്രിയായിരുന്നു. അന്ന് ഗണേശനെ മന്ത്രിസ്ഥാനത്ത് മാറ്റണമെന്ന് സാറിന്, ഗണേശ് ഒരു പക്ഷേ പാർട്ടിയുടെ ഇതിന് നിന്നില്ല എന്നുള്ളതുകൊണ്ട് എവിടെയാണ് പിന്നെ മാറ്റം ഉണ്ടായത്? മന്ത്രിസ്ഥാനത്ത് പോയ ശേഷം അത് ഒരു പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മറുപടി പറഞ്ഞിട്ടുള്ളത് വീണ്ടും പറയാം. ഗണേശനെ അന്ന് തന്നെ ഞാൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഗണേശനെ ഹൈജാക്ക് ചെയ്തു എന്ന്.
സത്യത്തിൽ അവന് വലിയ രാഷ്ട്രീയ പരിചയമുള്ളവനല്ല. അപ്പോൾ ഗണേശനെ എനിക്കെതിരായിട്ടാക്കി പാർട്ടി രണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ ആ പാർട്ടിയിൽ അത് നടക്കില്ല, എത്ര വിചാരിച്ചാണ്. പക്ഷേ 2 കൊല്ലക്കാലം ആ പാർട്ടിയുടെ മന്ത്രിയായി ഞാൻ എഴുതി കൊടുത്ത് മന്ത്രിയാക്കിയ ആൾ, ഞാൻ പരാതി പറഞ്ഞിട്ടും അവനെ പ്രോത്സാഹിപ്പിച്ച് അവിടം മൂലമാണ് എനിക്ക് എൻ്റെ വേദന തുടങ്ങുന്നത്. അതാരാണ് ശരിക്കും എൻ്റെ ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടി മാത്രമാണോ? രമേശുണ്ട്. രമേശ് അന്ന് മന്ത്രി അല്ലെങ്കിൽ രമേശുണ്ട്. അവരുടെ ആളുകളെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചല്ലോ. അവൻ ഒരു കേരള കോൺഗ്രസ്സുകാരൻ ഞാൻ പറഞ്ഞ ഒരാളെ പേഴ്സണൽ സ്റ്റാഫിൽ വെക്കാതെ അവരുടെയൊക്കെ ആളുകളെ അല്ലേ വെച്ചിരുന്നത് പേഴ്സണൽ സ്റ്റാഫിൽ. അല്ല, അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ മകൻ അവരുടെ ആളായിട്ടിരുന്നാലും അല്ല, മകന് പാർട്ടി ചെയർമാനും മകനുമായിട്ടുള്ള ബന്ധം അല്ല അവരിന്നുണ്ടായത്. മകനും അച്ഛനുമായിട്ടുള്ള ബന്ധം വേറെ. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ അപമാനിക്കുകയും അവരെ തെറി പറയുകയും അവരെ അവഗണിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരാൾ മകനാണെങ്കിലും എനിക്ക് പാർട്ടിയിലൂടെ നിൽക്കാൻ ഒക്കും. ഇപ്പോൾ നിലപാട് കംപ്ലീറ്റ് മാറിയോ? കംപ്ലീറ്റ് മാറിയോ ഇല്ലോ എന്നുള്ള ഇപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ പറഞ്ഞിട്ടല്ല ഗണേശനെ മാറ്റിയത്. അത് വേറെ യവന്മാരെല്ലാം കൂടെ 3-4 പേര് കൂടി സെറ്റ് കൂടി ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, KM മാണി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അവനെ സ്നേഹിച്ച് കൊണ്ടു കിടക്കുന്ന ഭാവിച്ചിരുന്ന അവനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ബേബി ജോണിൻ്റെ മോനെ ഇവരെല്ലാം കൂടെ അർദ്ധരാത്രിക്ക് പിടിച്ചു വെച്ച് അവൻ്റെ പേര് കേസെടുക്കും, പിറ്റേന്ന് രാവിലെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവന് അത്രയ്ക്കുള്ള പരിചയമല്ലേ ഉള്ളൂ. അവൻ രാജിവെച്ചു. അല്ല, ഞാൻ പറഞ്ഞിട്ടല്ല. നേരെ മറിച്ച് എൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞില്ല. അത് ഞാനങ്ങനെ അല്ല, അത് പറഞ്ഞിരുന്നതിൻ്റെ പേരിലെന്നേ പറഞ്ഞുള്ളൂ. പറഞ്ഞതിൻ്റെ പേരിലല്ല. ആ സംഭവം ഇതുമായിട്ട് ബന്ധമില്ലോ. ഇതൊരു ഹോം വയലൻസിന് ഒരു കേസെടുത്തിട്ട് എന്തായാലും ഇപ്പോൾ സാറിപ്പോൾ UDF വിട്ട് ഇടതുപക്ഷത്ത് ചേർന്നോ എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ സമരങ്ങളിലൊക്കെ ചേർന്നു. ഇനിയിപ്പോൾ അരുവിക്കര ഇല്ല ആയിട്ടില്ല. ഇനിയിപ്പോൾ അരുവിക്കര എത്തണം എന്ന് അരുവിക്കര ഞങ്ങൾ 1 മാസം ഞാൻ അരുവിക്കര താമസിക്കാൻ പോവാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സർവ്വശക്തി ഉപയോഗിച്ച് ഇപ്പം തന്നെ ഞങ്ങൾ ചുവരൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ചോദിച്ചല്ല, ഞങ്ങൾ തന്നെ ചുവരൊക്കെ ബുക്ക് ചെയ്ത് തുടങ്ങി. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നതിനേക്കാൾ വളരെ ശക്തമായ പിന്തുണ മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കും. അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ അരുവിക്കരയിൽ പാട്ടും പാടി LDF സ്ഥാനാർത്ഥി ജയിക്കും. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കുന്നതാണ്? അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പറയാം. എല്ലാം ഒന്ന് നിരക്കട്ടെ. ജി കാർത്തികേയൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയായാലോ? അല്ല, അതിപ്പോൾ എനിക്കിപ്പോൾ ഇന്ന സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞില്ലല്ലോ. ആര് മത്സരിച്ചാലും LDF ജയിക്കും എന്നാണ്. ജയിക്കും. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും UDF ജയിക്കത്തുമില്ല. അതാണ് ഇപ്പം മധ്യതിരുവിതാംകൂറിലെ ഒരു ട്രെൻഡ് എനിക്കറിയാവുന്ന, മലബാറിലെ ഒരു ട്രെൻഡ്. ചില വിഭാഗങ്ങളെയും ചില സമുദായങ്ങളെയും UDF കംപ്ലീറ്റായിട്ട് എലിമിനേറ്റ് പോയി. BJPയിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു വിഭാഗം ഹൈന്ദവർ, അവർ തിരിച്ചു വന്നിട്ട് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത് LDFയിലേക്കാണ്. സാർ ഉദ്ദേശിക്കുന്ന നായർ സമുദായത്തെയാണോ? നായർ സമുദായം വളരെ സീരിയസ് ആണ്. നായർ സമുദായത്തിന് ഇതുപോലെ മുറിവേറ്റ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നാണ് അവർ കാണുന്നവർ പറയുന്നത്. കാര്യങ്ങളിലേക്കാൾ ഞാനൊരു വർഗീയവാദിയല്ല. ഞാൻ സമുദായത്തിലുള്ള ആളാണ്. സമുദായത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയറായ ആളാണ്. സാർ NSSുമായിട്ട് ബന്ധം പുലർത്തുമ്പോഴും ഒരുപാട് കാലം NSSൽ നിന്ന് വ്യക്തമായിട്ടൊരു ഇൻഡിപെൻഡന്റ് സാറിൻ്റെ മേഖലയിൽ ഒരിക്കലും അല്ല. ഇപ്പോൾ പക്ഷെ അത് മാറി. ഇപ്പോൾ G സുകുമാരൻ നായർ മറ്റേ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം വളരെ അടുത്തൊരു ബന്ധം NSSുമായിട്ട് പുലർത്തുന്നതായിട്ട് കാണും. ഉണ്ടല്ലോ, എപ്പോഴും അങ്ങനെ. ഞാൻ ആചാര്യൻ പറഞ്ഞത് വിശ്വസിക്കുന്ന ആളാണ്. NSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം, അങ്ങനത്തെ പ്രസ്ഥാനം ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയ പ്രസ്ഥാനം ഒരുപാട് സാമൂഹ്യമായി ഈ രാജ്യത്തിന് ഗുണം ചെയ്ത, നായർ സമുദായത്തിന് മാത്രമല്ല സാമൂഹ്യമായി ഗുണം ചെയ്ത, വിദ്യാഭ്യാസ രംഗത്ത് ഗുണം ചെയ്ത, നായർ സമുദായത്തെ പഴയ ആചാരങ്ങളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും മോചിപ്പിച്ച ഒരു മഹാനുഭാവൻ്റെ കസേരയാണ് അവിടെ കിടക്കുന്നത്. ആ കസേരയാണ് ബഹുമാനിക്കുന്നത് ഞങ്ങളൊക്കെ. ഞങ്ങളുടെയൊക്കെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് 58 കൊല്ലം മുമ്പ് അതിനകത്തേക്ക് വിളിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഉപദേശം ഇന്നും അക്ഷരം പ്രതി പാലിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം 14 കൊല്ലം ഊന്നുവടി പോലെ കൂടെ നടന്ന, ഇന്നിപ്പോൾ അങ്ങനെ കൂടെ നടന്ന ഒരാൾ ജീവിച്ചിരിപ്പില്ല കേരളത്തിൽ. സമുദായത്തിലുമില്ല, പുറത്തുമില്ല. അല്ല, നേരത്തെ സുകുമാരൻ നായരുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നും ഇല്ല. സുകുമാരൻ നായരുമായിട്ട് എവിടെ വെച്ചാണ് നിങ്ങൾ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായത്? അല്ല, ഞങ്ങൾ നേരത്തെ തന്നെ പുള്ളിയോട് എനിക്കൊരു അർത്ഥയിൽ ഇപ്പോഴും ഇല്ല. അല്ല, ഞാൻ പറഞ്ഞത് ജനറൽ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് ഒരു കാലഘട്ടത്തിൽ. അല്ല, ആ കാലഘട്ടത്തിലും കുഴപ്പമില്ല. പണിക്കർ സാറിൻ്റെ കൂടെ ഉള്ള കാലഘട്ടത്തിലും അദ്ദേഹം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴും അടുപ്പമുണ്ട്. അല്ല, ഒരു പുറത്ത് കേൾക്കുന്നത്
പിള്ള സാറ് ജയിലിൽ പോകേണ്ടി വന്ന സമയത്ത് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷമാണെന്ന് ഭരിച്ചിരുന്നത്, ഇടതുപക്ഷത്തോട് പോലും സാറിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ നിലപാടെടുക്കരുതെന്ന് സുകുമാരൻ നായർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ശരിയാണോ? പറഞ്ഞിരിക്കും. എനിക്ക് അതിനെപ്പറ്റിയൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അല്ലാതെ അതല്ലെന്ന് പറയാൻ, അത് പറയേണ്ട ബാധ്യത അങ്ങേർക്ക് ഉണ്ടായിരുന്നെന്നും അത് പറഞ്ഞു കാണുമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനിപ്പോൾ ആക്ഷേപം എന്താ? പക്ഷേ എനിക്ക് ഒരു വിഷമവും ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടായില്ല. എനിക്ക് പിന്നെയും വിഷമം ഉണ്ടായത് ഈ ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം. പിന്നെ ഞാൻ ആദ്യം കിടന്നില്ല, ആശുപത്രിയിലായിരുന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഞാൻ ജയിലിൽ കിടക്കുന്ന ആളാണ്. എനിക്ക് MP എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും എനിക്ക് ചികിത്സയ്ക്ക് കാശ് തരേണ്ടത് ഉണ്ട്. എനിക്ക് MP എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും ജയിൽ പുള്ളി എന്നുള്ള നിലയിലും 10 പൈസ സർക്കാർ തന്നില്ല. തന്നിട്ടില്ല. ആവശ്യപ്പെട്ടില്ലേ? ആവശ്യപ്പെടേണ്ട കാരണം ആ ഓർഡറിൽ തന്നെ നമ്മൾ പറയാൻ എഴുതി വെച്ചു, സ്വന്തം ചെലവ് ചികിത്സിക്കുമെന്ന് ഉമ്മൻചാണ്ടി. അത്രയും ഒരു ഗുണം എനിക്ക് ചെയ്തു. 14 ലക്ഷം രൂപ ഞാൻ ചിലവാക്കി. എൻ്റെ കഠിനമായ രോഗമായിരുന്നില്ല. 14 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. ഞാൻ കയ്യിൽ നിന്ന് കൊടുത്തു. അപ്പോൾ അതുപോലും ചെയ്തില്ല. എനിക്ക് അർഹതയുള്ളതാണ്. ഞാൻ MLA എന്നുള്ള നിലയ്ക്ക് എൻ്റെ മുഴുവൻ ചികിത്സാ ചെലവും, MP എന്നുള്ള നിലയ്ക്ക് മുന്നുണ്ടായിരുന്ന MP എന്നുള്ള നിലയ്ക്ക് എൻ്റെ മുഴുവൻ ചികിത്സാ ചെലവും ഒക്കെ അതേ സമയത്ത് എനിക്ക് തരാതിരിക്കുന്ന ഓർഡർ ഇട്ട സമയത്ത് ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ TN ജേക്കബിന് ഇംഗ്ലണ്ട് ചികിത്സിക്കാൻ പോയപ്പോൾ കൊടുക്കുകയും ചെയ്തു. ഇതേ സമയത്ത്. അല്ല, അപ്പോൾ ഈ പിള്ള സാറിനോട് അങ്ങനെ ഒരു വൈരാഗ്യം തോന്നാൻ എനിക്ക് അങ്ങനെ തോന്നേണ്ട ഒരു കാര്യമില്ല. ഉമ്മൻചാണ്ടി കരുണാകരൻ പോയി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകട്ടെന്ന് പറഞ്ഞ ആളും NSSൽ നിന്ന് അതിനൊരു പെർമിഷൻ വാങ്ങിച്ച ആളുമാണ് ഞാൻ അന്ന്. എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് ഉമ്മൻചാണ്ടി എന്നും എന്നോട് തുടർന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 കൊല്ലമായി. ഒരു കാര്യം ആലോചിക്കണം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്നെടുത്ത് നിന്ന്, പ്രത്യേകിച്ചും UDFൽ നിൽക്കാൻ തീരുമാനിച്ച് തുടർന്ന് നിന്ന് ഡിസ്ക്വാളിഫിക്കേഷൻ വാങ്ങിച്ച ആളാണ് ഞാൻ. വേറൊരാൾക്ക് പറയാമോ? അത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം വർക്കല രാധാകൃഷ്ണനെ ഡിസ്ക്വാളിഫൈ ചെയ്താൽ ആർക്ക് വേണ്ടിയാണ്? UDFന് വേണ്ടിയാണ്. നേരെ മറിച്ച് അന്ന് ഞാൻ ജോസഫ് പോയപ്പോൾ കൂടങ്ങ് മാറിയിരുന്നെങ്കിൽ എൻ്റെ പേര് കേസും ഉണ്ടാകുകയായിരുന്നു, എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വരില്ലായിരുന്നു. ജോസഫ് വന്നവരോ തിരിച്ചു വേണമെങ്കിൽ UDF വരണമെങ്കിൽ വരികയും ചെയ്യായിരുന്നു. പക്ഷേ ഞാനൊരു പ്രിൻസിപ്പിൾ ചെയ്യുന്നു, UDFൽ നിന്ന് UDFൻ്റെ വോട്ട് കൊണ്ട് ജയിച്ച ഞാൻ UDF വിടാൻ പാടില്ല എന്ന് പ്രിൻസിപ്പിൾ നിന്നതിൻ്റെ ഫലമായിട്ട് എൻ്റെ MLA സ്ഥാനം 1.25 കൊല്ലം പോയി. ഉപതെരഞ്ഞെടുപ്പ് പോലും നടത്തിയില്ല. ത്യാഗത്തിൻ്റെ കഥയുള്ള ആളാണ് എനിക്ക് UDFൽ. എൻ്റെ സ്വത്തുക്കളിൽ 90% ഞാൻ വിറ്റ് നശിപ്പിച്ചവനാ. 10 പൈസ എവിടുന്നെങ്കിലും ഉണ്ടാക്കുകയോ ഒരു പണപ്പിരിവ് നടത്തുകയോ ഒരു സംഭാവന ഒരാളോട് ചോദിക്കുകയോ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എൻ്റെ വസ്തുക്കളും സ്വത്തും അമ്മയച്ഛനും തന്ന എത്ര കോടിയുടെ ഒന്നും പറയാൻ ഒക്കില്ല, മുഴുവൻ വിറ്റ് നശിപ്പിച്ചവനാണ് ഞാൻ, നാട്ടുകാർക്കൊക്കെ അറിയാതെ. എന്നിട്ട് എന്നെ കാലുവാരി. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷൻ കൊട്ടാരക്കര സീറ്റിൽ സാറ് തോൽക്കാൻ കാരണം എന്തായിട്ട്? കോൺഗ്രസ് തിരിച്ചോട്ട് ചെയ്താ. അങ്ങനെ തോൽക്കാൻ, അങ്ങനെ കോൺഗ്രസ് അത്ര വൈരാഗ്യം തോന്നാൻ അവർ 5-6 ലക്ഷം എന്നും തിരിച്ചോട്ട് ചെയ്യുക. കൊടിക്കുന്നിൽ സുരേഷിന്റെ സുരേഷ് ജയിക്കുമ്പോഴും എനിക്ക് വോട്ട് കുറയുക. കൊടിക്കുന്നിൽ സുരേഷ് തോറ്റ കാര്യം ഇവിടെ നിൽക്കട്ടെ, തോറ്റ ഞാനൊന്നുമല്ല, എല്ലാവരും തോറ്റ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള മുഴുവൻ പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളും ഒരു മുസ്ലിം ലീഗുകാരനൊഴിച്ച് എല്ലാവരും തോറ്റു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ ആന്റണി രാജിവെച്ച് പോയി. ആ തോൽവിക്ക് മുമ്പ് കൊടിക്കുന്നിലിനെ കൊണ്ടുചെന്ന് തീരെ കൊച്ചനായി ആർക്കും അറിഞ്ഞുകൂടാത്ത കാലത്ത് കൊണ്ടു നിർത്തി ആന്റണി എന്നെ ഏൽപ്പിച്ച് കൊണ്ടു നിർത്തി ഈ അടൂർ പാർലമെൻറ്റ് സീറ്റിൽ ജയിപ്പിക്കുന്നിടം മുതൽ എനിക്ക് വോട്ട് വരുമ്പം കുറയും, കൊടിക്കുന്നിൽ വരുമ്പം 10,000-10,000 വോട്ട് കൂടുതൽ വരും. തിരിച്ചടിക്കുന്ന കോൺഗ്രസ്സുകാർ തിരിച്ചടിക്കുക, എന്നും തിരിച്ചടിക്കും. ഗൗരിയമ്മയെ തിരിച്ചടിച്ചു. ഇപ്പോൾ ഒരുപാട് ബഹളം ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന ജോണി നെല്ലൂരില്ലേ, ജോണി നെല്ലൂരിനെ തോപ്പിച്ചു, ജേക്കബിനെ തോപ്പിച്ചു. കാരണം രണ്ടാമത് ജേക്കബിൻ്റെ മോൻ വന്ന് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 12,000 ഭൂരിപക്ഷം, ജേക്കബിന് 60-70 വോട്ട്. ഗൗരിയമ്മയെ 2 പ്രാവശ്യം തോപ്പിച്ചു, MP രാഘവനെ തോപ്പിച്ചു. ഘടകകക്ഷി നേതാക്കളെ മാണിയെ തോപ്പിക്കാൻ എല്ലാ ശ്രമവും നടത്തി. പക്ഷേ മാണിക്ക് ജോർജിൻ്റെ 6 പഞ്ചായത്ത്, മേലുകാവ് ഉൾപ്പെടെ ഭരണങ്ങാനം ഉൾപ്പെടെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാണി രക്ഷപ്പെട്ടു. മാണിയുടെ പഴയ പാലായി മാണി തോറ്റു. ഇത് ബോധപൂർവ്വം കോൺഗ്രസ് ചെയ്യുന്നതാണ്. അല്ല, അതുകൊണ്ടാണോ കോൺഗ്രസ് വീരേന്ദ്രകുമാറിനെ തോപ്പിച്ചാലും അത് തന്നെ സംഭവിച്ചു. അല്ല, കോൺഗ്രസ് മുന്നണി വിടാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ അതാണോ? അല്ല, എനിക്ക് സ്ഥാനം അങ്ങനെയാണെങ്കിൽ എന്നേ വിടണ്ട. അത് 10 കൊല്ലം മുമ്പ് നടന്ന കാര്യമല്ലേ. ഇത്തവണ ഞങ്ങളുടെ സ്ഥാനാർത്ഥി വന്നപ്പം ഞങ്ങളെ തോപ്പിച്ചു. കൊടിക്കുന്നിൽ വന്നപ്പോൾ 5000 വോട്ട് ഭൂരിപക്ഷം കിട്ടി അതേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഇതെന്തിടപാടാ, ഇതെന്തും മാന്യതയായി കാണിക്കുന്നത്? അതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊന്നുമല്ല, സ്ഥാനം കിട്ടാത്തതുകൊണ്ടോ തോറ്റതുകൊണ്ടോ ഒന്നുമുള്ള പകയൊന്നുമല്ല. അങ്ങനെയൊന്നും എനിക്ക് ഇടതുപക്ഷം അടുത്ത തവണ അധികാരത്തിൽ വരുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. തമ്പിങ് മെജോറിറ്റിയുടെ അധികാരത്തിൽ വരും. 100 സീറ്റിൽ കൂടുതൽ കിട്ടും. 100 അല്ല, അതിലൊക്കെ മേപ്പോവും. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? അതെനിക്കറിയില്ല, അത് അവർ തീരുമാനിക്കേണ്ടത്. ഒന്നാമത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്.
എന്നാലും സാർ ഇത്ര കാലം 50-60 വർഷമായിട്ട് എനിക്കതിനെപ്പറ്റി പല അഭ്യൂഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും പറയാനൊക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അതൊന്നും നമുക്കത് വെളിപ്പെടുത്താനൊക്കുന്നത് അത് കാരണം തീരുമാനിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടി ചട്ടക്കൂട്ടും കേട സ്വഭാവവും ഒക്കെ ഉള്ള ഒരു പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഞാൻ ആദ്യം 1980 മന്ത്രിസഭ വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഞങ്ങളാരും നയനാരും മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയില്ല. മാർക്സിസ്റ്റുകാർ പോലും കരുതിയില്ല. ഗൗരിയമ്മയുടെ പേരാണ് പ്രൊജക്ട് ചെയ്തത്. അതെ, ഗൗരിയമ്മയുടെ പേരാണെന്ന് പ്രൊജക്ട് ചെയ്ത് വന്നത്. കഴിഞ്ഞില്ല. EMS ഇടപെട്ട് മാറ്റിയെന്നാണ് പറയുന്നത്. അതെനിക്കറിയില്ല. രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്, അല്ലെങ്കിൽ നേതാക്കൾ? അച്യുതമേനോനാണ്. അപ്പോൾ കരുണാകരനും EMS-ഉം നയനാരും അല്ല. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കാര്യം നടത്താനും അതെന്തുകൊണ്ട് പക്ഷേ പുള്ളിക്ക് ഒരുപാട് ദോഷകാര്യങ്ങളുണ്ട്. ആളുകളെ വേദനിപ്പിക്കുന്നത് പുള്ളിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. ആളുകളെ പിന്നെ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ചുള്ളി ഇപ്പുറത്തോട്ട് നോക്കി കണ്ണുറുക്കി കാണിക്കും. അങ്ങനെയുള്ള അല്ല അച്യുതമേനോനെ പോലൊരു എക്സംപ്ലറി ക്യാരക്ടർ. എനിക്ക് വിദ്യാർത്ഥി പ്രദേശത്തെ നേതാവായിരിക്കുന്ന കാലം മുതൽ അച്യുതനെ പരിചയമുണ്ട്. 1957 മുമ്പ് തന്നെ പരിചയമുണ്ട്. അച്യുതമേനോനെ പോലെ നാട് എൻ്റെ നാട്, ഈ നാട് നന്നാകണം എന്ന് ആഗ്രഹമുള്ള, അഴിമതിയില്ല, ഒരു പോസിംഗ് ഇല്ല, ആരെയും വിരട്ടുകയില്ല, പക്ഷെ കർശനമാണ്. ഒരു മന്ത്രി പറഞ്ഞ അയാളുടെ വകുപ്പിലാണെങ്കിലും ഒരു തെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അച്യുതമേനോൻ പറയും ചെയ്യാൻ പാടില്ലെന്ന് പറയും. ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ക്രൂക്കൻ്റായ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടായി കാണുക ഉമ്മൻചാണ്ടി. പക്ഷെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അത്രയും അത്യാവശ്യം ഷൂടല്ല, ക്രൂക്കല്ല. ഇംഗ്ലീഷ് വാക്കാണ് ഞാൻ ഉപയോഗിച്ചതിന് വേണ്ടി. എനിക്ക് മലയാളം കിട്ടാത്തതുകൊണ്ട്, മലയാളം അറിഞ്ഞുകൂടാ, ഞാൻ പെട്ടെന്നൊരു വാക്ക് കിട്ടിയില്ല. വലിയ ക്രൂക്കൻ്റാണ്. ക്രൂക്കൻ്റാകുന്നതും ശുദ്ധനാകുന്നതും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അല്ല, 72 സീറ്റിൽ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് പക്ഷേ മുഖ്യമന്ത്രി അല്ല, ഷൂടാകണം. പക്ഷെ സത്യസന്ധത വേണം, വാക്ക് പറഞ്ഞാൽ പാലിക്കണം. അതൊന്നും ഒരു ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നോട് ഞാൻ 2-3 പ്രാവശ്യം ബാലകൃഷ്ണപിള്ളയോട് വാക്ക് പറഞ്ഞിട്ട് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവസാനം പാർലമെൻറ്റ് ഇലക്ഷനും വാക്ക് പറഞ്ഞു, അതും പാലിച്ചില്ല. അതുപോട്ടെ, പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് ആയിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് 2-3 സീറ്റ് കൂടെ കിട്ടിയേനെ പാർലമെൻറ്റ്. അപ്പോൾ UDF-ലേക്കുള്ള വാതിൽ എന്നേക്കുമായി എനിക്കിനി മരിക്കുന്നവരെ ഒരു സാധനം കിട്ടിയില്ലേലും ഒരു സാധനം ഇല്ലേലും UDF ഇല്ല. കാരണം 32 കൊല്ലം ഞാൻ അവിടെ കിടന്ന്, പ്രത്യേകിച്ചും കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ഭരണം വന്നതുപോലെ ചവിട്ടും തുപ്പലും എല്ലാം ഏറ്റ് അപമാനിതനായി ഒരു മനുഷ്യനെ സഹിക്കാവുന്നിടത്തോളം അപമാനം. നിങ്ങൾക്കറിയാമോ, ഗണേശനെ മന്ത്രിയാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. UDF യുനാനിമസ് ആയിട്ട് ഗണേശനെ മന്ത്രിയാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ഞാൻ 10 ദിവസം എഴുതി കൊടുത്തില്ല. ഉമ്മൻചാണ്ടി ഇങ്ങനെ നിർബന്ധിച്ച് എഴുതി കൊടുത്തതിന് ശേഷം അപമാനിക്കല്ലായിരുന്നു. എനിക്ക് ഗണേശൻ മന്ത്രിയാകണമെന്നില്ല. ഗണേശൻ മന്ത്രി, എനിക്ക് വല്ലതും പൈസ ഉണ്ടാക്കണമെങ്കിൽ വേണ്ടിയോ ഗണേശൻ മന്ത്രിയാകട്ടെ. ഗണേശൻ പൈസ ഉണ്ടാക്കാൻ ഒന്നും നമ്മൾ പറയത്തില്ലല്ലോ. ആ ഭരിക്കുന്ന കാലത്ത് നമ്മൾ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭരണത്തിൻ്റെ ഒരു സുഖവും എനിക്ക് ആവശ്യമില്ല. അല്ല, ചെയർമാനും മന്ത്രിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു എന്നാണ്. അല്ല, ചെയർമാനും മന്ത്രിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ല, യാതൊരു അഭിപ്രായവും ഇല്ലായിരുന്നു. അല്ല, അന്ന് തന്നെ സാറ് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്, വെക്കാൻ ഒക്കില്ല, അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം തിരിച്ചു വന്നില്ലേ എന്ന് പറയാൻ ഒക്കില്ല. തിരിച്ചു വരേണ്ട ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ അത് തിരിച്ചു വരുന്നത് അല്ലേ? എന്നാലും നമുക്ക് ഓരോരുടെ പെരുമാറ്റ രീതി കണ്ടറിയാലോ. ഇപ്പം പാർട്ടിക്ക് വഴങ്ങി ജീവിക്കുന്നു. അല്ല, പാർട്ടിക്ക് വഴങ്ങിയൊക്കെ ജീവിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പാർട്ടിക്ക് വഴങ്ങി ജീവിക്കുന്നത് നല്ലതാ, അത്രയുള്ളതിനെ പറ്റും. അത് ഞാനൊരു കൺക്ലൂഷനിലേക്കൊന്നും വരുന്നില്ല ആ കാര്യത്തിൽ. അപ്പോൾ ഈ ഭാവിയിൽ ഉള്ളത് വെച്ചിട്ട് ആരും മുഖ്യമന്ത്രിയാവെന്ന് പറഞ്ഞില്ല, ആരും പ്രതിപക്ഷ നേതാവും. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ ലക്ഷണത്തിൽ ഞാൻ പറയുന്നത് വളരെ പ്രസക്തത. മുസ്ലിം ലീഗ് ഇതുപോലൊക്കെ നിൽക്കുകയും പ്രവാസികൾക്ക് വോട്ട് കിട്ടുകയും ചെയ്താൽ, പ്രവാസികൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് വോട്ട് ചെയ്യുകയും ചെയ്താൽ, ഒരു പക്ഷേ മുസ്ലിം ലീഗിന് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കാം. പക്ഷേ 17 സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. 17 സീറ്റ് കിട്ടിയാലേ പ്രതിപക്ഷ നേതാവിൻ്റെ കസേര ഇരിക്കത്തുള്ളൂ. അതൊരു പെർസെൻറ്റേജ് ഉണ്ട്. കസേര കിട്ടും. മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കിട്ടിയതുപോലെ കസേര കിട്ടും. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ സൗകര്യങ്ങളും കാറും കൊടിയും വീടും മന്ത്രിയുടെ സ്റ്റാറ്റസും ഒന്നും കിട്ടുകയില്ല. കരുണാകരൻ അങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ. അല്ല, കോൺഗ്രസ് ഇപ്പോൾ ജനസമ്പർക്ക പരിപാടിയൊക്കെ നടത്തി അവരുടെ ഒരു ബേസ് വർദ്ധിപ്പിച്ചിട്ടില്ലേ? അതിനൊക്കെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളും മറുപടികളും പറയാനുണ്ട്. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. 2000 രൂപ കൊടുക്കാൻ ഈ മുഖ്യമന്ത്രി വില്ലേജ് ഓഫീസർക്ക് പോലും കഴിയാവുന്ന കാര്യത്തിന് ഈ മുഖ്യമന്ത്രി ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കി
പണമില്ലാത്ത ഈ രാജ്യത്ത് എല്ലായിടവും മാമാങ്കം നടത്തുന്നുണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ടൊന്നും ഒരു ഇലക്ഷൻ ജയിക്കാനും പറ്റുകയില്ല. നമ്മുടെ വീട് വെച്ച് കൊടുക്കുക പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാർക്കും ഒരുമാതിരി എല്ലായിടത്തും. ഞാൻ MLA ആയിരുന്ന കാലത്ത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ എല്ലാവർക്കും വീടാക്കി. പക്ഷേ അതിലൊരു 5% വോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ സരിതാ സംഭവത്തിന്റെ ഇഷ്യൂ അത് തീർന്നു അല്ലെങ്കിൽ ഇനിയും എനിക്കറിയില്ല. എൻ്റെ അത് ഇപ്പം ഇല്ല. ഞാൻ ചോദിക്കുന്നത് തുടക്കം എൻ്റെ ആയതുകൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. ജയിലിൽ നിന്ന് എഴുതിയ എഴുത്ത് എൻ്റെ കയ്യിൽ വന്നു ചേർന്നത് കൊണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ 2-3 മണിക്കൂറേ അത് ഉണ്ടായിരുന്നുള്ളൂ. അത് വേറെ ആളുകൾ കൊണ്ടുപോയി. അതൊക്കെ കൊണ്ടുപോയ ആളുടെയൊക്കെ എനിക്കറിയാം. എഴുത്തിപ്പോഴും നവാബ് രാജേന്ദ്രൻ തട്ടിൽ എസ്റ്റേറ്റ് കൊലക്കേസിന്റെ ഇത് വന്നപ്പോൾ രേഖകൾ ഹൈക്കോടതിന്റെ ആഗമനം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതെനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഏറ്റല്ലോ, എൻ്റെ വന്നു എന്ന് ഞാൻ സമ്മതിച്ചില്ലേ? ഞാൻ സമ്മതിക്കാതിരുന്നില്ലല്ലോ. എൻ്റെ ഇതുവരെ പുറം ലോകം കാണാത്ത രേഖകളാണോ സാറിന്റെ വന്നത്? അല്ല, പുറം ലോകം ആ കാണിച്ചെഴുത്തു അത് വന്ന സരിത TV യുടെ മുമ്പിൽ കാണിച്ചതും എൻ്റെ കിട്ടിയതും ഒരേ കഥ. അപ്പോൾ വളരെ നോർമലായിട്ട് ചിന്തിച്ചത് സാറ് കൊടുത്തതാണെന്ന് ചിന്തിച്ചു. അതിൻ്റെ കോപ്പി നേരത്തെ സൂക്ഷിച്ചിരുന്നു എന്നും വിചാരിച്ചൂടെ? എൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലല്ലോ കിട്ടിയത്, വേറെ ആളിൻ്റെ കയ്യിലാണല്ലോ. ആ ആളിൻ്റെ ഈ കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടാണ് കൊടുത്തതെന്നും ചിന്തിക്കാവില്ല. അങ്ങനെ ചിന്തിക്കാവില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. ഇനി തിരിച്ചായിക്കൂടെ ഞാൻ കൊടുക്കില്ല. PC ജോർജിനും ഞാൻ കൊടുത്തില്ല. ഞാൻ PC ജോർജിനും കൊടുത്തിട്ടില്ല. PC ജോർജായിട്ട് നല്ല അടുപ്പമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. നല്ല അടുപ്പമാണ്, ഇപ്പോഴും അടുപ്പം, ഒരു കുഴപ്പമില്ല. അവൻ നമ്മുടെ ഒരു പഴയ കൊച്ചനല്ലേ. PC ജോർജ് ഞാനൊക്കെ ഉള്ളപ്പോൾ KAC പോലും ഇല്ലല്ലോ. ഞാൻ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത്. അതായത് ഇപ്പോൾ കേരള കോൺഗ്രസിലുള്ളതിൽ മാണി ഉൾപ്പെടെ ഉള്ളവരെല്ലാം എൻ്റെ ജൂനിയേഴ്സ് അല്ലേ, വളരെ ജൂനിയേഴ്സ് അല്ലേ. അല്ലെ, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മാണി സാറുമായിട്ട് എല്ലാ കാലത്തും പിള്ള സാറിന് ഒരു വഴക്കുണ്ടായിരുന്നു. അതുണ്ട്. കേരള കോൺഗ്രസ് നശിപ്പിച്ചതും ഒരിക്കലും യോജിക്കാൻ ഒക്കില്ല. കാരണം ഈ പ്രസ്ഥാനം അത്ര ബുദ്ധിമുട്ടിയും പണം ചെലവാക്കിയും കഷ്ടപ്പെട്ടും അന്ന് ഒരുപാട് ഭത്സനങ്ങളേറ്റും മനോരമയെ പോലുള്ള പത്രങ്ങൾ ഞങ്ങളെ തകർക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെല്ലാം എതിരായിട്ട് നിന്ന് പ്രവർത്തിച്ച 965 25 സീറ്റ് മാറിയപ്പോൾ ഇത് മാറിയല്ലോ, ലക്ഷണം മാറിയല്ലോ. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ ഈ നിലയിലാക്കാൻ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച ഒരാളെന്നുള്ളതിൽ എനിക്ക് മാണിയുമായിട്ട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാനൊരുക്കമല്ല. അത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് വിചാരിച്ച് പേഴ്സണൽ അനിമോസിറ്റി ഒന്നുമില്ല. അതുകൊണ്ടാണ് എല്ലാവരും കൂടെ ഒന്നിക്കണമെന്ന് പറഞ്ഞ് ജോർജ് നടന്ന് നിർബന്ധിച്ചപ്പോഴും ഞാൻ ഒന്നിച്ചില്ലല്ലോ. കാരണം എനിക്കിത് ഒന്നിച്ചാലും കുഴപ്പമാണെന്നറിയാം. അല്ല, ഇപ്പോൾ സാറ് പറഞ്ഞ ഇടപെട കേസിൽ സാറിനെ ഇത് ചെയ്യാതെയാണ് ക്രൂശിച്ചതെന്ന് ഇപ്പോൾ പല മന്ത്രിമാർക്കെതിരെ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഇത് ഈ കുറേ അന്വേഷണം കഴിഞ്ഞ് നിരപരാധികളാണെന്ന് വരുമ്പോൾ ഈ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ ചെറിയ അഴിമതി കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഒരു മന്ത്രി, അവൻ ആദ്യം മന്ത്രിയായതാണ്. ഉമ്മൻചാണ്ടിയോട് പല പ്രാവശ്യം പറഞ്ഞു. ഞാൻ UDFൻ്റെ യോഗത്തിൽ സാധാരണ ഇരുന്ന് പറഞ്ഞാൽ മതി, ഞാൻ എഴുന്നേറ്റ് നിന്ന് എനിക്ക് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് മനോഹരമായി മുഖത്ത് വിരൽ ചൂണ്ടി ഞാൻ പറഞ്ഞിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞത് എഴുതി കൊടുത്തിട്ട് ഇപ്പോൾ 2.5-3 വർഷമായി. വെളിച്ചം കണ്ടിട്ടില്ല. അതാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ആ തീരുമാനം. അതിപ്പോൾ ആരെക്കുറിച്ചാണ്? അനൂപ് ജേക്കബിനെ കുറിച്ച്. എന്താ ഇവിടെ നടക്കുന്നത്? തീവട്ടിക്കൊള്ളേ അങ്ങനെ ഒരു അഴിമതിക്കാരനാണോ? അല്ല, അതിപ്പോൾ അന്വേഷിച്ച് അറിഞ്ഞൂടെ? സാറിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഇതാണ് മറ്റേ KM ജോർജ് എൻ്റെ കൂടെ വന്ന ആളാണ്. ഇത് വേണ്ടായിരുന്നു, ഇത് കോൺഗ്രസിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു? ഒരിക്കലില്ല. എന്നെ വിളിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാ. ഇന്ന് വന്നും ഞാൻ പാർലമെൻറ്റിലുള്ള കാലത്ത് എനിക്ക് ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം കോൺഗ്രസിലേക്ക് പോകാൻ പറ്റിയ പല സ്ഥാനമാനങ്ങളും എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇല്ല, കോൺഗ്രസിലേക്ക് തിരിച്ചു പോകത്തില്ല. അല്ല, അന്ന് കാലത്ത് അതിനെക്കുറിച്ച് എഴുതിയ ചിലർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പുറത്ത് ഞാൻ മരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു കൊടി കൂടി ഇടുന്നതിൽ എനിക്ക് വിരോധമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ത്രിവർണ്ണ പതാക ഇഷ്ടമാണ്. അതെ, അത് ഇഷ്ടമാണ്. അല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി കിട്ടാനും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ തുടങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റായിട്ടാണ്. ഞാൻ വിദ്യാർത്ഥി ഫെഡറേഷനിലെ PK വാസവൻ നായരുടെ ജീവചരിത്രം വായിച്ചാൽ അറിയാം എൻ്റെ ആ കാര്യത്തിലുള്ള യോഗ്യത. 1900 ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന തുടങ്ങുന്ന കാലം, അന്ന് 11 കൊല്ലമാണ്. അപ്പോൾ 8 കൊല്ലം കഴിഞ്ഞ് ഉള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി. ഇന്ന് 4th ഫാറം എന്നൊരു ക്ലാസ്സുണ്ട്. ഇന്നിപ്പോൾ താരതമ്യപ്പെടുത്താനൊക്കെ ഇല്ല. അവിടെ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം ഒരു വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനാകുന്നത്. അന്ന് മുതൽ 1958 ഒടുവിൽ വരെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നേതാവുമാണ്. ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായി ഉണ്ടായ സംഭവം ഉമ്മൻചാണ്ടിയിൽ നിന്നുള്ള അനുഭവമാണ്. എനിക്ക് ജയിലിൽ പോയപ്പോൾ ഒരു ദുഃഖവും ഉണ്ടായില്ല. ഞാൻ ജയിലിൽ 14 വയസ്സ് പോലും കിടക്കുന്ന ആളാണ്.
പുനലൂർ ലോക്കപ്പിൽ ആരംഭിച്ച് തിരുവനന്തപുരത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കിടന്നിട്ടുള്ള ആളാണ് പല പ്രാവശ്യം. പക്ഷേ ഒരുപാട് കാലം ഉമ്മൻചാണ്ടിയായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. ആ അടുപ്പം മുഴുവൻ അങ്ങേര് നശിപ്പിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകണമെന്ന് ഏറ്റവും ആഗ്രഹിച്ച ആളാണ് ഞാൻ. പക്ഷേ ആ ഉമ്മൻചാണ്ടി അല്ല അധികാരം കിട്ടിയപ്പോഴായ ഉമ്മൻചാണ്ടി. പക്ഷെ കേരളം കണ്ട മുഖ്യമന്ത്രിമാർ നോക്കുമ്പോഴേ ജനങ്ങളിലേക്ക് ഏറ്റവും ഇറങ്ങിച്ചെന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ട് ഉമ്മൻചാണ്ടി അറിയപ്പെടത്തില്ലേ? അത് അറിയപ്പെടുമല്ലോ എന്നൊക്കെ ഇനി അടുത്ത ഇലക്ഷനിൽ അറിയത്തുള്ളൂ. അതിൽ ഒരു കാര്യമുണ്ട്, യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പല മുഖങ്ങളും നഷ്ടപ്പെട്ടു. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ ഉണ്ടായിരുന്ന മുഖങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ആർ ബാലകൃഷ്ണനിലൂടെ പോയി കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അത് ഞാനല്ല പറഞ്ഞ ശൂരനാട് രാജശേഖരൻ്റെ പ്രസ്താവനയെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ യു ഡി എഫിന് ഇനി ഒരു തരത്തിൽ രക്ഷപ്പെടാനോ? ഞാനില്ല, എൻ്റെ സന്തതി തലമുറകളോ തലമുറയോ എൻ്റെ കൂടെ നിൽക്കുന്നവരോ പോവുകയില്ല. അത്രയും വലിയ ഭീഷ്മ ശബ്ദത്തിലാണ്. അതെ, ശോഭത്തിലാണ്. രാഷ്ട്രീയത്തിൽ ആരോ പറഞ്ഞ പോലെ അല്ല, അതില്ല, ഇതിലില്ല. ഈ മാതിരി കാര്യങ്ങളല്ല, അതൊക്കെ വ്യക്തിപരം. കേരളമന്ത്രി സ്ഥാപകനായിരുന്ന പത്രാധിപര് സി വി കുഞ്ഞിരാമൻ പറഞ്ഞ അഭിപ്രായം ഇരുമ്പോലൊക്കെയല്ല. അതെ, അദ്ദേഹം പിന്നെയും മാറാം. അത് പലപ്പോഴും മാറാം. പക്ഷേ ഇത് വളരെ കഠിനമാണ്. ഇത്രയും അപമാനിച്ച് അവഹേളിച്ച് ചവിട്ടി മെതിച്ച് ഞാൻ ചോദിക്കുന്നേ, 32 കൊല്ലമായി, ഇപ്പോൾ ലേറ്റസ്റ്റ് 32 കൊല്ലമായി ഇത് ഉണ്ടാക്കി, ഇത് കൊണ്ടുകിടന്ന് കഷ്ടപ്പെട്ട് ഞാൻ അതിനു വേണ്ടി ഞാൻ ഇടമലയാർ കേസിൽ പ്രതിയായി. ഞാൻ ഒരു തെറ്റും ചെയ്തെന്ന് ആരും പറഞ്ഞില്ല. ആ ജഡ്ജ്മെൻറ്റ് മേടിച്ചൊന്ന് വായിച്ചു നോക്കണം. ആദ്യം തുടങ്ങുന്ന എന്താണ് ജെയിംസ് അതിനകത്ത്? ദ ഫസ്റ്റ് അക്യൂസ്ഡ് ഹസ് നോട്ട് റിസീവ്ഡ് എനി പെക്യൂനിയറി ബെനിഫിറ്റ് എന്നാണ് സുപ്രീം കോടതിയുടെ വിധി തുടങ്ങുന്നത്. അതിനേക്കാൾ പിന്നെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്നത്. എന്നിട്ട് എന്നെ ശിക്ഷിക്കുകയും ചെയ്തത് 120B ഉണ്ട്. അതൊരു വൈചിത്ര്യമല്ലേ? അതിപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കിയാൽ വിവരമുള്ളവർക്കൊക്കെ മനസ്സിലാവും വൈചിത്ര്യമൊക്കെ. അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഞാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ടെന്ന് മാത്രമല്ല, ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്, ജയലളിതയ്ക്കും ലാലു പ്രസാദിനും ഉണ്ടായ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് അതിൻ്റെ അവരെ പിടിച്ചത്. എൻ്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. അല്ല, അതിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ഇന്നലെ ഇവിടെ പ്രസംഗിച്ചല്ലോ. പണ്ട് പേന കൊടുക്കുമായിരുന്നു മന്ത്രിമാരായിട്ട് വരുമ്പോൾ ഞങ്ങളൊക്കെ എഴുതി മോൺ ബ്ലാങ്ക് നല്ല പേന. ഇപ്പം കൊടുക്കില്ല മന്ത്രിമാർക്ക്, അവർ തിരികെ കൊടുക്കില്ല, അതുകൊണ്ട് കൊടുക്കത്തില്ല. ഇപ്പം എല്ലാവർക്കും ഓരോ നോട്ടെണ്ണുന്ന യന്ത്രം മേടിച്ച് കൊടുക്കണമെന്ന് ഞാനിന്നലെ സെക്രട്ടറിയേറ്റിൻ്റെ വാതൊക്കെ പ്രസംഗിച്ചു. കാരണം അത്രയും സമയം ജോലി കുറച്ചാൽ മന്ത്രിമാരുടെ കാര്യമൊന്നും നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഇതെന്താ ഇവിടെ നടക്കുന്നത്? ട്രൈബ്യൂണലുകളിൽ മുൻ ജഡ്ജിമാരെ നിയമിക്കുന്നതിന് പോലും കാശ. ഉപഭോക്തൃ കോടതികളിൽ ഇപ്പോൾ അന്വേഷണം നടക്കുക. വിജിലൻസ് അന്വേഷിക്കാൻ ഞാൻ എഴുതി കൊടുത്തനുസരിച്ച് വിൻസെൻ്റ് പാളനോട് അന്വേഷിക്കാമെന്ന് ഓരോന്നെടുക്കാം. എല്ലാം കൊടുക്കാൻ സമയമില്ല, ആളുമില്ല. ഞാൻ എഴുതി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിക്ക് കൊടുത്തത് മാത്രമാണ് ഇപ്പോൾ അന്വേഷിക്കാനായിട്ട് പോലീസിന് കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളതിന് പുറകെ വരുന്നുണ്ട്. ഇപ്പോൾ ജേക്കബ് തോമസ് എന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി, അതിലെന്തെങ്കിലും ഇത് മാറ്റിയില്ലെന്നല്ലേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. രമേശ് പറഞ്ഞ് മാറ്റിയിട്ടില്ല, അയാളും പറഞ്ഞു മാറ്റിയിട്ടില്ല. 2 ദിവസം കാഷ്വൽ ലീവ് എടുത്തേ ഉള്ളൂ. അപ്പോൾ പത്രങ്ങളിൽ മറ്റേ ജേക്കബ് തോമസ് മാറുമല്ലോ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ മാറുമല്ലോ. കാരണം അടുത്ത 10-18 ദിവസം കൂടെ കഴിയുമ്പോൾ ജേക്കബ് തോമസ് ഈ DGP ആയിട്ട് പോകുമ്പോൾ ഏതായാലും വിൻസെൻ്റ് പാളിനെ അവിടെ നിന്ന് മാറ്റാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് നവംബർ വരെ എങ്ങാണ്ടുണ്ട്, മാറ്റാൻ പോകുന്നില്ല. അപ്പോൾ അയാൾ അവിടെ നിന്ന് പോകുമല്ലോ. വല്ല പിന്നെ ഫോറസ്റ്റിലോ പബ്ലിക് സർവീസ് കമ്മീഷനിലോ ഇങ്ങനെയുള്ള അങ്ങോട്ടെങ്കിലും മാറ്റും. കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇരുത്താൻ പറ്റിയ സ്ഥലം അതില്ല. അതുപോലെ തന്നെ BJPയുടെ പ്രോസ്പെക്ട്സിനെ കുറിച്ച്, കാരണം കേരളത്തിൽ BJP ശക്തി പ്രാപിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ഇല്ല, SNDP പോലുള്ള സംഘടനയിൽ നിന്ന് പോലും പിന്തുണ കിട്ടുന്നു, NSS കിട്ടുന്നു. എനിക്കറിയില്ല. NSSൻ്റെ പിന്തുണയായിട്ട് എനിക്ക് തീരെ തോന്നുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, BJP എന്തുമാത്രമായി എന്നും തിരുവനന്തപുരം ജില്ലയിൽ എങ്ങോട്ട് പോയി എന്നും അറിയാൻ അരുവിക്കര തെരഞ്ഞെടുപ്പ് വഴി മനസ്സിലാവും. ഇന്ത്യ ഒട്ടാകെ പോയിക്കൊണ്ടിരിക്കുക. BJPയെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ചില പ്രതീക്ഷകളുണ്ടായിരുന്നു, അതെല്ലാം പോയി. അതായത് ഒരു BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയതിനെതിരായിട്ട് നടന്ന ട്രോളിങ്ങിൽ മിനിഞ്ഞാന്ന് BJP 3ാം സ്ഥാനത്താണ്. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ മറ്റേ മോഡി തരംഗം പോയല്ലോ. പറളി മുനിസിപ്പൽ ഇലക്ഷൻ NCP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി ബോംബെയിൽ. അവിടെ നിയമസഭയിലും പാർലമെൻറ്റിലും എല്ലാം ജയിച്ചത് BJPയും ശിവസേനയാണ്. അത് കഴിഞ്ഞു, അവിടം കഴിഞ്ഞു. കൽക്കട്ടയിൽ ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ 99 മുനിസിപ്പാലിറ്റിയാണ് ജയിച്ചത്. അപ്പോൾ അത് ഇടതുപക്ഷത്തിനും ക്ഷീണമല്ലേ? ഇടതുപക്ഷം ബംഗാളിലും അതവിടെ നിൽക്കട്ടെ. ആൻറ്റി ഫോഴ്സ് എവിടെ എത്തുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇടതുപക്ഷത്തിലേക്ക് തന്നെയാണ് കേരളത്തിൽ പോകാൻ പോകുന്നത്, അതിന് സംശയമൊന്നുമില്ല. ഇവിടെ തന്നെ അത് നമ്മുടെ ഈ അച്യുതാനന്ദനും പിണറായിക്ക് തമ്മിലുള്ള അടി ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യത്തില്ലേ? അടിയൊക്കെ അവർ തീർത്തല്ലോ, അതൊക്കെ തീർന്നല്ലോ. അച്യുതാനന്ദനെ സംബന്ധിച്ച് ചില ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാണെന്ന് പത്രത്തിൽ കണ്ടത് എനിക്കറിയില്ല. എനിക്ക് അവരുമായിട്ട് അത്രയ്ക്കുള്ള ബന്ധമായിട്ടില്ലല്ലോ. അച്യുതാനന്ദനും പിണറായിയുള്ള ബന്ധമൊന്നും ഇതിനെയൊന്നും ബാധിക്കില്ല.
അവരുടെ പൊസിഷൻ ബെറ്റർ അല്ലേ? നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ അവർ 3-4 സീറ്റ് കൂടുതൽ പിടിച്ചില്ലേ? അവർ കൂടുതൽ സീറ്റ് പിടിച്ചല്ലോ. കഴിഞ്ഞ തവണ ഇല്ലായിരുന്ന സീറ്റുകൾ ചിലതൊക്കെ അവർക്ക് തിരിച്ചു കിട്ടിയില്ലേ? മാർജിൻ എവിടം വരെ എത്തി? വയനാട് പോലുള്ള സീറ്റുകളിലുണ്ടായിരുന്ന മാർജിൻ എവിടെ പോയി? ആ മാർജിനൊക്കെ പോയില്ലേ? ആലപ്പുഴയിലെ മാർജിൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? പത്തനംതിട്ടയിലെ മാർജിൻ എവിടെ നിൽക്കുന്നു? അടുത്ത തവണ കൊട്ടാരക്കരയിൽ മറ്റേ നമുക്ക് അനുകൂലമായൊരു നിലപാടുണ്ടാവുമോ? കൊട്ടാരക്കര LDF ജയിക്കും വലിയ ഭൂരിപക്ഷത്തിൽ, 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF. അത് സാറ് മത്സരിച്ചാലും ഇല്ലെങ്കിലും അതെനിക്കറിയത്തില്ല. ഞാൻ മത്സരിക്കുന്നോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് LDF. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറ് LDF സ്ഥാനാർത്ഥി നിർത്തുന്നു, UDF നിർത്തുന്നു, സാറ് സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ? ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കില്ല, ഇതുവരെ മത്സരിച്ചിട്ടുണ്ടല്ലോ, ഇനിയും മത്സരിക്കില്ല. അങ്ങനെയൊന്നുമില്ല. ഒരു മുന്നണി നിന്നാൽ വിശ്വസ്തയായിട്ട് ആ മുന്നണി നിൽക്കണം. അല്ലാതെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പ്രമാണിയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല. ഞാൻ LDF നിൽക്കുകയാണെങ്കിൽ LDFൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ ആരോ ആട്ട്, LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അതിശക്തി. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനോട് വിഷമമുള്ള കാലത്ത് വേള ജയിപ്പിച്ചില്ലേ കഴിഞ്ഞ 2 പ്രാവശ്യം? എന്നെ തോപ്പിക്കാൻ നടക്കുന്ന ആളുകളെ ഞാൻ ജയിപ്പിച്ചില്ല. അത് എൻ്റെ സത്യസന്ധതയാണ്. അല്ല, കേരള കോൺഗ്രസ് എല്ലാം കൂടി ഒരുമിച്ച് നിന്നിരുന്നെങ്കിലേ ഈ ആപത്തുണ്ടാകുമായിരുന്നു. അത് ഞാൻ പണ്ട് പറഞ്ഞൊരു മറുപടി പറയുകയാണ്. കേരള കോൺഗ്രസിൻ്റെ ഇന്ന് നടക്കുന്ന നേതാക്കന്മാരും ഈ മന്ത്രിമാരും ഒക്കെ ചാകണം. ചത്ത അടുത്ത തലമുറ വല്ലോ ജോലിക്കൊന്ന് നോക്കിയാൽ മതി. അഴിമതിക്കെതിരായി PT ചാക്കോയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമല്ലേ പിന്നെ കേരള കോൺഗ്രസ് ആയത്? അഴിമതി കണ്ടാൽ ചൊടിക്കുന്ന കേരള കോൺഗ്രസ് അല്ലേ ആദ്യം? ജോർജ് സാറിൻ്റെയൊക്കെ കാലത്ത് എനിക്കറിയാം. ഞാൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ എന്നെ സ്വാധീനിക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. ആളുടെ പേരുകളൊന്നും പറഞ്ഞു. അന്ന് കുത്തകക്കാർ ബേബി ഉണ്ടെന്നാണ് എൻ്റെ ഇത് കിട്ടുന്നത്. പക്ഷെ ഞാൻ 4 ഇരട്ടിയാക്കി മാറ്റി. ഒരു അഴിമതി നടത്താൻ സമ്മതിച്ചില്ല. ആ പാർട്ടി ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി ബഡ്ജറ്റ് വയ്ക്കുന്ന പാർട്ടിയായിട്ട് മാറിയില്ലേ? ഒരു എഞ്ചിനീയറെ മാറ്റണമെങ്കിൽ 30 ലക്ഷം രൂപയല്ലേ? കടലിൽ കല്ലിടുന്ന ഒരു എഞ്ചിനീയറെ മാറ്റാൻ 30 ലക്ഷം രൂപയാണ് വാങ്ങിക്കുന്നത്. കൺട്രാക്ടർമാർ ഭരിക്കുന്നു. ഏത് വകുപ്പിലാണ്? മാവേലി സ്റ്റോറുകൾ മുഴുവൻ പൂട്ടുകല്ലേ? നീതി സ്റ്റോറുകൾ മുഴുവൻ പൂട്ടുകല്ലേ? രാജ്യത്തെ പാറ മുഴുവൻ അനധികൃതമായി പൊട്ടിക്കുകയല്ലേ? അപ്പോൾ ഇതിനൊക്കെതിരെയാണോ കേരളത്തിൽ മാവോയിസ്റ്റുകളുടെ ഒരു ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? മാവോയിസ്റ്റ് ഒന്നും വേണ്ട. അതൊക്കെ ഞങ്ങളുടെ സമരം, ഞങ്ങളിപ്പോൾ ആരംഭിച്ചിരിക്കുന്ന സമരത്തിൽ ഞാനും പങ്കാളിയാണ്. ഏതായാലും പശ്ചിമഘട്ടത്തിൽ മാവോയിസ്റ്റുകൾ ഈ പ്രകൃതി സംരക്ഷണത്തിന് ഞാനൊരു കാര്യം പറയാം. ഇന്നലെ പിടിച്ച ആളൊന്നും മാവോയിസ്റ്റാണെന്ന്, അയാൾക്ക് നല്ല സുഖലോലുപനായി ജീവിക്കുന്ന ആളുകളാണ്. ഭാര്യയും ഭർത്താവൊക്കെ ഒരു അതൊന്നൊരു മാവോയിസ്റ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാനില്ല. അവരൊക്കെ എവിടെയെങ്കിലും സൗകര്യമായിട്ട് 20 ഫോണുമായിട്ട് കിടക്കുന്ന മാവോയിസ്റ്റ് എവിടുത്തെ മാവോയിസ്റ്റാ? ചുമ്മാ പേര് പറഞ്ഞ് അവരെയൊക്കെ കാണിക്കാവുന്നല്ലാതെ ഒരു മാവോയിസ്റ്റും ഇല്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താ? അവരെവിടാ ജീവിക്കുന്നേ? ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് പത്രവാർത്തകൾ വന്നല്ലോ. ഞാൻ മാവോയിസം എന്താണെന്ന് പഠിച്ചിട്ടുള്ള ആളാണ്, കമ്മ്യൂണിസം എന്താണെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഏത് മാവോയിസമാണ്? ഇങ്ങനെയാണോ മാവോ ജനിച്ചത്, മാവോ ജീവിച്ചത്, ചൈനയ്ക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്? ഇതുപോലാന്നോ? ഇതിപ്പം മാവോ എന്ന് പറയുന്നത് സുഖലോലുപതയുടെ ഒരു ഇതായിട്ട് മാറിയിരിക്കുകയല്ലേ? അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിത രീതിയാന്ന്, അല്ലെങ്കിൽ ഒരു മാവോ ആദിവാസികൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. വല്ലപ്പോഴും ഒന്ന് കാട്ടി പ്രത്യക്ഷപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി ജീവിക്കൂ? ആദിവാസികൾക്ക് പ്രചോദനം കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം. അല്ല ആയുധമായിട്ട് പോയി അവരെ വിരട്ടുകയും നാട്ടുകാരെ വിരട്ടുകയും ഒക്കെ ചെയ്യുന്നതാണോ? അങ്ങനെയാണോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പരസ്യമായ ആയുധ വിപ്ലവത്തിന്, സായുധ വിപ്ലവത്തിന് അത് മാവോ ചെയ്തതാണ്. പരസ്യമായ സായുധ മാവോയിസവും മാവോ ചെയ്ത പ്രവർത്തനങ്ങളും ഇപ്പോൾ ഈ പിടിച്ചു എന്ന് പറയുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളും തമ്മിൽ വല്ല താരതമ്യമുണ്ടോ? അതറിയാവുന്നവർക്കറിയാം. അപ്പോൾ ഭാവിയിൽ ഇനിയിപ്പോൾ സാർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനിച്ചില്ല? ഇത്രയും കാലം 55 വർഷം MLA ആയിട്ട് 55 വർഷമായി, 80 വയസ്സാവും. 1960 പോലും എനിക്ക് കഷ്ടിച്ച പ്രായമായ സമയത്ത് ഞാൻ മത്സരിക്കുമ്പോഴും അന്ന് PT ചാക്കോയുടെയും R ശങ്കറുടെയും K ദാമോദരമേനോൻ്റെയും പിന്നെ മറ്റേ സർവോപരി മന്നത്ത് പത്മനാഭൻ്റെയും ഒക്കെ നിർബന്ധമായ നിർദ്ദേശത്തിനാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഞാൻ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആർക്കും അപേക്ഷ കൊടുത്തിട്ടില്ല. പാർലമെൻറ്റിൽ പോയപ്പോഴും ജോർജ് സാറ് പോയേ പറ്റൂ, നമ്മുടെ 2-3 പേര് പോകണം. അങ്ങനെ ഞാൻ ഇടുക്കി നിൽക്കാനാണ് തീരുമാനിച്ചത്. ഞാനല്ല തീരുമാനിച്ചത്. 80% ക്രൈസ്തവരുള്ള ഇടുക്കി പോയി നിൽക്കാൻ പറഞ്ഞു. അത്ര കോൺഫിഡൻസ് ആ ബാലകൃഷ്ണപിള്ളയെ പറ്റി അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ MM ജോസഫ് അവിടേക്ക് പോയി. CM സ്റ്റീഫന് ദേവികുളം മൂവാറ്റുപുഴ സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ മുണ്ടക്ക ബേബിയെ മാറ്റിയിട്ട്
മാവേലിക്കര എനിക്ക് വന്നു. അപ്പോൾ അവിടെ ആര് മത്സരിക്കും? മാവേലിക്കര ബാലകൃഷ്ണപിള്ള മത്സരിക്കണം ജയിക്കണമെങ്കിൽ. അങ്ങനെ പോയി ഇന്നാളാണ് ഞാൻ പാർലമെൻറ്റിൽ പോകാൻ തയ്യാറല്ലായിരുന്നു. പാർലമെൻറ്റിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ആദ്യം ഇടുക്കിയാണ് തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ പാർട്ടി പറഞ്ഞു, അർദ്ധരാത്രിക്ക് പറഞ്ഞു അങ്ങനല്ല, മാവേലിക്കര ആളില്ല, മാവേലിക്കര വെക്കണമെന്ന് പറഞ്ഞു. അവിടെ പോയി ഇന്ന് ജയിച്ചു. ഞാൻ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ സ്ഥാനാർത്ഥിയാകാമെന്ന് പറഞ്ഞ് പോയിട്ടേ ഇല്ല. ഇനിയും അതിന് താല്പര്യവുമില്ല. ഈ നേരത്തെ ഇന്ദിരാഗാന്ധിയായിട്ട് അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്ദിരാഗാന്ധി 1975 മറ്റേ കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക് വരാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ ജയിൽ അല്ലെങ്കിൽ ഭരണ കസേര മന്ത്രിസ്ഥാനം എന്നുള്ള രീതിയിൽ ഒരു ഭീഷണി ഇന്ദിരാഗാന്ധി പറഞ്ഞില്ല. ഞാൻ ആ ഭീഷണി അതിജീവിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ജോർജ് സാറിൻ്റെയും മറച്ചു വെക്കുന്നില്ല, ദീപികത്വത്തിൻ്റെയും ദീപികയുടെ ആഫീസിലായിരുന്നു ഞങ്ങളുടെ ഒരു താവളം ആ കാലഘട്ടത്തിൽ. മറച്ചു വെച്ചിട്ട് ഞാൻ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. നിൻ്റെയൊക്കെ നിർബന്ധം മൂലം ഞാനും ജോർജ് സാറും ജയിലിൽ കിടക്കുക. ആലോചനകൾ മുറുകിയപ്പോൾ ഞങ്ങളെ മോചിപ്പിച്ചു. അന്ന് ഞാനാകുകയെന്ന് പറഞ്ഞ് ഞാനങ്ങ് ഡൽഹിക്ക് പോയി. ഭയങ്കര തണുപ്പുള്ള സമയമാണ്, ഡിസംബറായി സംഭവം. ഈ ഡൽഹി വളരെ തണുപ്പാണ്. തണുപ്പത്ത് എന്നെയും കൊണ്ട് ഈ KC പന്ത് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് കിടക്കുക, കയറിപ്പാൻ സമ്മതിക്കില്ല, തണുപ്പ് സഹിക്കാൻ വയ്യ. അപ്പം ഞാനിതിനെതിരാണെന്ന് ഇവരെല്ലാം പറഞ്ഞു. ഞാൻ ചേരുന്നതിനെതിരാണ്. അന്ന് പാർട്ടിയിൽ സ്വാധീനമുണ്ടല്ലേ, എതിരാണെന്ന് പറഞ്ഞു. പന്തനോടി ചോദിച്ചു, വീണ്ടും ജയിലിലേക്ക് പോവുകയാണോ അതേ മന്ത്രിയാകുകയാണോ എന്ന് ചോദിച്ചാൽ വീണ്ടും ജയിലിലേക്ക് പോവുകയാണെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. അത് രഹസ്യമാണ്, സംഭവിച്ചാണ്. വീണ്ടും ജയിലിലേക്ക് പോകണോ അതേ മന്ത്രിസഭയിലേക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മന്ത്രിസഭയിലേക്കല്ല ജയിലിലേക്കാണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ തിരിഞ്ഞു വന്നത്? അത് ജോർജ് സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്നും എൻ്റെ മേലുണ്ട്. ദീപികയുടെ ഉണ്ട്. കള്ളം പറയുന്നത് എന്തിനാണ്? ഇന്നിപ്പോൾ ദീപിക നമ്മളെ മറന്നുപോയെങ്കിലും മാണിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നെങ്കിലും ഇനിയിപ്പോൾ ദീപിക പത്രത്തിൻ്റെ ആവശ്യമില്ല. മനോരമ ആ ജോലി ഏറ്റെടുത്തു. കേരള കോൺഗ്രസിന് വേണ്ടത്ര സപ്പോർട്ട് തന്നില്ലായിരുന്നു. ആര്? നേരത്തെ പറഞ്ഞല്ലോ മനോരമ കേരള കോൺഗ്രസിൻ്റെ പരമശത്രുവല്ലായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ പരമശത്രു. കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ മുതൽ അതിനെ തല്ലിക്കൊല്ലാൻ ഒരു കൊച്ചിനെ ഭ്രൂണഹത്യ ചെയ്യുന്ന പോലെ ഭ്രൂണഹത്യ ചെയ്യാൻ ശ്രമിച്ച പത്രമല്ലേ മനോരമ? ആർക്കാ അറിയാത്തേ? പക്ഷെ ഇപ്പോൾ അന്ന് കേരളഭൂഷണം, കേരളകൗമുദി, ദീപിക പത്രങ്ങളല്ലേ ഞങ്ങളെ ഒന്ന് തലതോർന്ന് നിൽക്കാൻ. ഇന്നത്തെ പോലെ ഇലക്ട്രോണിക് മാധ്യമമൊന്നുമുള്ള കാലമല്ലല്ലോ. ഞങ്ങൾക്ക് ഇതൊന്നും എത്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ദീപിക അന്ന് ചെയ്ത സേവനം വളരെ വലിയ സേവനമാണ്. കേരള ധ്വനി, അതുപോലെ തന്നെ കേരള ഭൂഷണം, ചെറിയ പത്രങ്ങളാണ്. അവരൊക്കെയാണ് ഞങ്ങളെ നിലനിർത്തിയത്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഏറ്റവും കൂടുതൽ മാണിയെ സപ്പോർട്ട് ചെയ്യുന്ന കേരള കോൺഗ്രസ് സപ്പോർട്ട്. ഇപ്പം ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ എന്നെപ്പോലുള്ള ഘടകങ്ങളെ എതിർക്കുക, നശിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് ഞങ്ങളിത് ഈ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടത്. ഇനിയിപ്പോൾ ദീപികയുടെ ഒന്നും ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഒരു തമാശ പറയുകയാണേ. കാരണം ആ ജോലി ഇപ്പം മനോരമ ഏറ്റെടുത്തില്ല. കാരണം ഉമ്മൻചാണ്ടിക്ക് 5 കൊല്ലം ഭരിക്കാൻ വേണ്ടി മാണിയെ സൂചിപ്പിക്കുക എന്നുള്ള നയമാണ് ഇപ്പോൾ മനോരമ സ്വീകരിക്കും. അവസാനമായത് ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം തികയ്ക്കുമോ? അവസാനമല്ല, ഇപ്പോഴത്തെ അവസാനത്തെ ചോദ്യം. ഉമ്മൻചാണ്ടി സർക്കാരോ? ഞാനതൊരു 80% തികക്കില്ലെന്നും 20% തികക്കുമെന്നും എടുത്താണ് നിൽക്കുന്നത്. അത് ഇനി ഉണ്ടാകുന്ന ഇപ്പം 2-3 രാഷ്ട്രീയ സംഭവം പെട്ടെന്ന് ഞാനങ്ങ് പറയാം. RSPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ കൊഴിയും. കൊടുത്താൽ കോൺഗ്രസിൽ കുഴയും ഉമ്മൻചാണ്ടി. അതുകൊണ്ട് നിയമസഭ നീട്ടാവുന്നിടത്തോളം നീട്ടും. സ്ട്രാറ്റജി. അപ്പോൾ 2 മാസം കൂടെ ഭരിക്കാനും ഒക്കുമെങ്കിൽ അങ്ങനെ ഭരിക്കട്ടെ. ജനതാദൾ എന്തായാലും പോവും, എത്ര കാലത്തിന് പരിവാറിലേക്ക് പോവും അവർ. അല്ല, പോയാൽ ഇവിടുന്ന് മാറാതെ നിൽക്കാമല്ലോ. അങ്ങനെയുള്ള പറ്റുകയില്ല ഒരു കക്ഷി. അങ്ങനെയാണെങ്കിൽ ബീഹാറിലെ ലാലു പ്രസാദ് യാദവും JDUവിന് 2 വയ്ക്കാമല്ലോ. അവർ ഒന്നിച്ചേക്ക് 2 വയ്ക്കോ? അപ്പോൾ ഫലത്തിൽ മറ്റേ തയ്ക്കില്ല എന്നാണോ പറയുന്നത്? അതിനും ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയും എന്താ പറയുക, വളരെ തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരൻ. ഞാൻ തന്ത്രജ്ഞനെന്ന് അതിന് പറയുന്നില്ല. വാക്ക് മാറുന്നവനും പിന്നെ കരാറുകൾ പാലിക്കാത്തയാളും മനസാക്ഷിയുമില്ലാത്ത ആളെന്നേ പറയത്തുള്ളൂ. അല്ലാതെ തന്ത്രജ്ഞനെന്ന് പറയത്തില്ല. അല്ലല്ല, വൈരാഗ്യമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. വൈരാഗ്യ ബുദ്ധി എൻ്റെ അനുഭവം. പത്തനാപുരത്ത് എൻ്റെ വീട്ടിൽ വെച്ച്, ഗണേശൻ്റെ വീട്ടിൽ വെച്ച് ഉമ്മൻചാണ്ടി 2 കൈയും പിടിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഉമ്മൻചാണ്ടി പത്രക്കാരോട് പറഞ്ഞല്ലോ. ഗണേശനെ മന്ത്രിയാക്കാമെന്നായി. അല്ല, അതൊരു കാര്യം വേറെ. പക്ഷെ അത് മറ്റ് കോൺഗ്രസിന് മറ്റുള്ളവർ അങ്ങനെയാണെങ്കിൽ വാക്ക് തരരുത് ആ മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വാക്ക് തരരുത്. ആ വാക്കിൻ്റെ കൂടി ഇത് കൂടെ പറയണം. രമേശ് ചെന്നിത്തല കൂടെ സമ്മതിക്കുകയും ഒരു മന്ത്രിയെ, അന്ന് മന്ത്രിയെ മാറ്റുന്ന പ്രശ്നമില്ല. ഗണേശന് മന്ത്രിസ്ഥാനം കൊടുത്താൽ പിന്നെ രമേശിനെ മന്ത്രിയാക്കാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പോൾ അതാണോ ആവശ്യം? അതാണോ വാക്ക്?
അതാണോ വാക്ക്? അപ്പൊ വാക്ക് തെറ്റിച്ചു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയോടുള്ള അല്ല, ദേഷ്യം. അതല്ല. അതിനൊക്കെ മുമ്പേ നമ്മൾ തുടങ്ങിയല്ലോ. നമ്മൾ 3.5 കൊല്ലം മുമ്പ് അഴിമതി ആരോപണങ്ങൾ മുന്നണി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷേ ഉമ്മൻചാണ്ടി ചില അത് ഞാൻ വാക്കുകൾ പ്രാധാന്യം ഗണേശനെ മന്ത്രിയാക്കിയില്ലെന്നുള്ളത് എന്നെ UDFന്റെ കമ്മിറ്റി യുനാനിമസായിട്ട് എഴുതി കൊടുക്കണം, ആക്കണം, ഉമ്മൻചാണ്ടിയെ ചോരപ്പെടുത്തു എന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ ഞാനൊരു 10 ദിവസം പിന്നെയും താമസിച്ചു. ഉമ്മൻചാണ്ടി വീണ്ടും പറഞ്ഞ് കത്തെഴുതി തരണം. അങ്ങനെ ആ കത്തെഴുതി കൊടുത്തല്ല എനിക്ക് ഗണേശനെ മന്ത്രിയാക്കണമെന്ന് യാതൊരു താല്പര്യം ആക്കിയാലെന്ന് എനിക്ക് അറിയുകയും ചെയ്യായിരുന്നു. ഏറ്റവും അവസാനം സെപ്റ്റംബർ 28 എന്നെ കൊണ്ട് സോണിയാഗാന്ധിക്ക് ഒരു എഴുത്ത് എഴുതിച്ചു. അതിന് മറുപടി ഒന്നുമില്ല. ഒരു കോൺഗ്രസ്സുകാർക്ക് എഴുത്ത് കൊടുത്താൽ മറുപടി കിട്ടിയില്ല. ഉമ്മൻചാണ്ടി ഇന്നുവരെ ഞാൻ കൊടുത്ത ഒരു കത്തിന് മറുപടി വന്നിട്ടില്ല. നേരിട്ട് സംസാരിച്ചു കാണും. ഇല്ല, നേരിട്ട് ഞങ്ങളമ്മേ കാണാറില്ല. ഡയലോഗ് ഇല്ലല്ലോ. ഉമ്മൻചാണ്ടിയായിട്ടൊരു സെറ്റിൽമെന്റ് സാധ്യത ഒന്നുമില്ല ഇനി. ഒരിക്കലും നേരത്തെ ഇല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അറിയിക്കും. ഞാൻ ഒരു ശുപാർശയ്ക്ക് വരെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു നിയമനം, കാര്യം ഒന്നും പോകത്തില്ല. മുന്നോക്ക സമുദായത്തിൻ്റെ ചെയർമാനായിട്ട് എന്നെ വെച്ചപ്പോഴും ഞാൻ എന്നെ കൊണ്ട് പറ്റുകയെന്നാണ് പറഞ്ഞത്. അത് UDF യുനാനിമസ് ആയിട്ട് അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം 3 മാസം പിന്നെയും ഞാൻ പോയില്ല. അവസാനം ചങ്ങനാശ്ശേരിയിൽ നിന്നും നമ്മുടെ കാർദിനാൾ തിരുമേനിയും അങ്ങനെയുള്ള പലരും എന്നെ നിർബന്ധിച്ചപ്പോഴാണ് ഞാനിത് ഏറ്റെടുത്തപ്പോഴും ഞാൻ അതിൻ്റെ യാതൊരു ശമ്പളമോ മന്ത്രിയുടെ ആനുകൂല്യങ്ങളോ ടിഎയോ ഒന്നുമില്ല. ഒരു കാറ് മാത്രം തന്നു. അത് മിക്കവാറും എൻ്റെ കാറാണ്. ചെയർമാൻമാർക്ക് ഒരു മാസം 2000 കിലോമീറ്റർ സൗജന്യമായിട്ട് ഓടിക്കാം. ഞാനതും ഓടിച്ചിട്ടില്ല. പോലീസുകാരില്ല, വീടില്ല, ഒരു ഫോൺ പോലും ഉപയോഗിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ അതിനകത്തിരുന്ന് ചെയ്തു. അത് നല്ല കാര്യമാണ്. അത് തുടരാതിരിക്കാൻ ആരും അയച്ചാലും ഒക്കുകയില്ല. അത് തുടരും, കുറേ കൂടെ കൂട്ടി തുടരും. എനിക്ക് അങ്ങനെ ഒരു സൗജന്യം ആരുടെയും വേണ്ട. അത് എപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായോ അപ്പം ഞാൻ രാജിവെക്കുകയും ചെയ്തു. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാർ ഹൃദയം തുറന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സ്ട്രെയിറ്റ് ലൈനിൽ അത് ഇവിടുത്തെ രാഷ്ട്രീയ സംഭവവാസങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ട് കേരള കോൺഗ്രസ് ബി എടുത്ത നിലപാടുകളിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇവിടെ തുറന്നു പറയുകയായിരുന്നു. ഈ സ്ട്രെയിറ്റ് ലൈനിൽ പങ്കെടുത്തതിന് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി.